ഇന്ന് വരെ മലയാള സിനിമയിൽ ജലജയെ പോലെ ഒരു ദുഃഖപുത്രി ഞാൻ കണ്ടിട്ടില്ല. ജലജയെ പോലെ നല്ല സ്വഭാവ ഗുണമുള്ള ഒരു നടി, ഒരു പാവം നടി, ഒരു മേക്കപ്പും ഒരു മേക്കോറും ചെയ്യാണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്ന ജലജയുടെ മുഖം കാണുമ്പോൾ നമുക്ക് എന്ത് സഹതാപമെന്നറിയാം. അതെൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ് ആ കുട്ടി. അഭിനയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇന്നുള്ള ഒരു നടിമാരും ജലജയുടെ അഭിനയത്തിൻ്റെ ഒരു 7 അയലകത്ത് ചെല്ലാനായിട്ട് കഴിയില്ല. അമ്മാതിരിയുള്ള അഭിനയമാണ്. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിവാഹത്തോട് കൂടിയിട്ട് ജലജ അഭിനയം നിർത്തി. ജലജയുടെ ജീവിതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1961 മലേഷ്യയിലാണ് ജലജ ജനിച്ചത്. വാസുദേവൻ സരസ്വതി ദമ്പതികളുടെ മകളായിട്ട് ജനിച്ചത്. പിന്നെ അവിടെ ഈ ഒരു കലാപമൊക്കെ വന്നതോട് കൂടിയിട്ട് അവിടെ നിന്ന് താമസം മാറ്റി അവരുടെ സ്വദേശമായുള്ള ആലപ്പുഴയിൽ വന്ന് സ്ഥലം അവിടെ ആണ് പഠിച്ചത്. അവിടെയാണ് പിന്നെ അവർ സ്ഥിരതാമസം അവിടെയാണ്. പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ഇംഗ്ലീഷിലൊക്കെ ഹൈ മാർക്കാണ്. അങ്ങനെ എല്ലാ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള ഭയങ്കര ഒരു എഡ്യൂക്കേറ്റഡാണ് ജലജ. പക്ഷെ അത് ആർക്കറിയില്ല. അതിൻ്റെ അഹങ്കാരമൊന്നും ആ കുട്ടിക്ക് ഇല്ല കേട്ടോ. അത്രയും നല്ല ഒരു പക്ഷേ ഈ കലാഹൃദയമുള്ള ആൾക്കാർ എത്ര പഠിച്ചാലും എവിടെ പോയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അവരെ കല എന്ന് പറയുന്ന സാധനം എപ്പോഴെങ്കിലും പുറത്തു വരും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഫാസിൽ സംവിധാനം ചെയ്തൊരു നാടകത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ജലജ അഭിനയിക്കുന്നത്. അതും നെടുമുടി വേണുവാണ് അതിലത്തെ നായകനായിട്ട് അഭിനയിക്കുന്നത്. ആ നാടകമാണ് ശരിക്കും പറഞ്ഞാൽ ജലജയുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. അതിന്നും ജലജ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. നെടുമുടി വേണുവിൻ്റെ നായകനായി, അതുപോലെ തന്നെ ഫാസിലിൻ്റെ സംവിധാനത്തിൽ 1971 ഈ നാടകം കഴിഞ്ഞതിന് ശേഷം ഹരിഹരൻ്റെ ഒരു ചിത്രം വരുന്നത്. എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞൊരു ഹരിഹരൻ സംവിധാനം ചെയ്തൊരു പടത്തിലാണ് ജലജ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിൽ നസീർ, ഷീല, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 1977 കഴിഞ്ഞിട്ട് 1978 തമ്പ് എന്ന് പറഞ്ഞ ലെനിൻ രാജേന്ദ്രൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ആ തമ്പിന് സംസ്ഥാന അവാർഡ് കിട്ടി, ക്രിട്ടിക്കൽ അവാർഡ് കിട്ടി. അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയതും ഒരുപാട് അഭിനയ സാധ്യതകൾ പുറത്ത് കൊണ്ടുവന്ന ഒരു സിനിമയാണ് ജലജയുടെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജലജയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. അതിനേക്കാളും ഗംഭീര ഒരു പടം വന്നു, ഈ വേനൽ എന്ന് പറഞ്ഞുള്ളൊരു പടം. അത് കഴിഞ്ഞ് 1982 യവനിക എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ കൂടെ ജലജയുടെ അപാര അഭിനയം. ഇന്നത്തെ കാലത്ത് യവനിക പോലെ ഒരു സിനിമ എടുക്കാൻ ഏത് സംവിധായകരുണ്ട്? അതങ്ങനെ ഒരു കഥ എഴുതാൻ ആരുണ്ട്? അതിൽ ജലജയുടെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ കാണേണ്ടതാണ്. അതാണ് ജലജയുടെ കഴിവ്. എന്ത് മനോഹരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. യവനിക കഴിഞ്ഞതിന് ശേഷം ബാലേന്ദ്ര മേനോൻ്റെ കാര്യം നിസ്സാരം 1973. പിന്നെ ഒരു സ്വകാര്യം, ബലൂൺ, അന്തരംഗം എന്ന് പറഞ്ഞാൽ തമിഴ് പടം. തമിഴിലും പോയിട്ട് സാന്നിധ്യം അർപ്പിച്ചു. അവസാനം അഭിനയിച്ചത് സത്യൻ അന്തിക്കാടിൻ്റെ സ്നേഹസാഗരം എന്ന് പറഞ്ഞൊരു പടത്തിലാണ് അഭിനയിച്ചത്. ആ അഭിനയത്തോട് കൂടിയിട്ട് 1993 സെപ്റ്റംബർ 3 ജലജനെ പ്രകാശ് നായർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതോടുകൂടി അഭിനയത്തിന് താൽക്കാലികമായിട്ട് വിട നൽകി ബഹ്റൈനിലാണ് അവർ സമേതം താമസിക്കുന്നത്. അങ്ങനെ കുട്ടികളായിട്ട് ബഹ്റൈനിൽ താമസിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു നല്ലൊരു കഥാപാത്രത്തിൽ കൂടെ നമ്മൾ തിരിച്ചു വരാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തു. ആ റിക്വസ്റ്റിൻ്റെ മുകളിലാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഒരു പടത്തിലാണ്, മാലിക് എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ജലജ വന്നത്. ഒരു അമ്മയുടെ റോളാണ്. തകർത്ത് അഭിനയിച്ചു. അതിൽ ഫഹദ് ഫാസിലാണ് നായകനായിട്ട് അഭിനയിച്ചത്. ആ പടത്തിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന വരെ ജലജ അഭിനയിച്ചില്ല. വേറെ 1-2 പടത്തിലാണ്ട് ചെറിയൊരു ഇത് കണ്ടു. പക്ഷേ ജലജയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ശരിക്ക് ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ അതിനെപ്പോലെ ഒരു കഥാപാത്രം കൊടുക്കാനും ഇന്നുള്ള സംവിധായകരും എഴുത്തുകാരും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജലജ എന്ന് പറഞ്ഞാൽ ഒരു ആദ്യ അവസാന നടിയാണ്. ആ നടിക്ക് മരണമില്ല. എന്നും ഇതുപോലെ തന്നെ എത്ര പ്രായമായാലും, അമ്മയുടെ റോളായാലും ഇനിയിപ്പോൾ ചേച്ചിമാരുടെ റോളായാലും അങ്ങനെയുള്ള പല റോളുകളും നല്ല നല്ല കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ജലജ വന്നിട്ട് അതിഗംഭീരമായിട്ട് അഭിനയിക്കും. നമുക്ക് ജലജനെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജലജ ചെയ്ത വെച്ചുള്ള കഥാപാത്രങ്ങൾ, ജലജയുടെ അഭിനയം, ജലജയുടെ സ്വഭാവം, ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത സൽസ്വഭാവയായ ഒരു നടിയാണ് നമ്മുടെ ജലജ. അഭിനയം പഠിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ബാലപാഠം പഠിച്ചിട്ടോ ഒന്നല്ല. അതാണ്
കഴിവെന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ രക്തത്തിലുണ്ടാവണതാണ് അത്. അല്ലാണ്ട് ഇപ്പോൾ ജലജയെ പോലെ ഒരു നടീനെ നമ്മൾ ഇതുപോലെ ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഈ തലമുറ പോലും ഏറ്റെടുക്കണം. നമ്മളൊക്കെ ആലോചിക്കണം ജലജയുടെ ഓരോ കാര്യങ്ങൾ, ആ മുഖഭാവം, അതുപോലെ തന്നെ നാച്ചുറലായിട്ടാണ് കരയുക. എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു സീനൊക്കെ ബിഹേവ് ചെയ്യാന്നറിയാം. ഒരു കഴിവാണത്. അത് ഇന്നത്തെ നടികൾക്കില്ല. ഇന്നത്തെ നടികൾക്കുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുടി അങ്ങോട്ട് നീട്ടി വളർത്തി അതങ്ങോട്ട് മുമ്പിലേക്ക് ഇട്ട് മുമ്പിൽ കുറേ സാധനങ്ങളും ഫിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് നിൽക്കും. പച്ചച്ചാണം വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ മുഖത്ത് ഒരു വികാരവും വരില്ല. ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ നമ്മളെന്താ എല്ലാം ഒരേപോലെ ഇല്ല, അതേപോലത്തെ വികാരം. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർ പറയും, അയ്യോ ലേഡി സൂപ്പർ സ്റ്റാർ എന്താ അഭിനയം, ഇന്ന നടിയിൽ എന്താ അഭിനയം, മറ്റേ നടിയിൽ എന്താ അഭിനയം, ഇതൊക്കെ അഭിനയം. ഇതൊന്നല്ല മോനെ അഭിനയം. റിയൽ അഭിനയം കാണണമെങ്കിൽ ജലജയുടെ പഴയ പടങ്ങളെടുത്ത് കാണും. ജലജ ആരാന്ന് മനസ്സിലാക്കുക. ജലജ ഒരു നടി നമുക്ക് നൽകിയുള്ള വലിയ വലിയ പടങ്ങളുടെ ഒരു കൂമ്പാരമുണ്ട്. അതൊക്കെ ഇന്നത്തെ നടികൾ കയറി കാണാം. 10-15 പ്രാവശ്യം നിങ്ങളതിൻ്റെ CD അത് പഴയ ചാനലിലൊക്കെ വരിക പടങ്ങൾ, അതൊക്കെ നിങ്ങളൊരു 10 പ്രാവശ്യം കാണുക. ഒരു നടി എങ്ങനെയായിരിക്കണം, അഹങ്കാരമില്ലാണ്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അംഗമായിട്ടൊരു നടി അഭിനയിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കണം. ഒന്നും വേണ്ട, നിങ്ങൾ യവനിയെ കുറച്ച് നാളെടുത്ത് കണ്ടാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമാ നടികളോ നടന്മാരോ ഇന്നത്തെ കാലത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും അല്ല എന്നുള്ളത്. നിങ്ങളൊക്കെ പഴയ നടിമാരും നടന്മാരും എടുത്ത് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ നടന്മാരാവാനും നടിമാരാവാനും. ഇത്രേ പറയാനുള്ളൂ. എൻ്റെ എല്ലാവിധ ആശംസകളും. നമ്മുടെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകുന്നു. ഇടയ്ക്ക് കേരളത്തിൽ വരും. അപ്പോൾ ജലജയുടെ ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.